നടിയെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്. 8ാം പ്രതിയായ നടൻ ദിലീപിന്റെ ആവശ്യമാണ് കോടതി തള്ളിയത്. വിചാരണ അവസാന ഘട്ടത്തിൽ എന്ന് വിലയിരുത്തിയാണ് കോടതിയുടെ നടപടി. രാഗിൻ വിവരങ്ങളുമായിട്ട്. രാഗിൻ, എന്ത് കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം കോടതി തള്ളിക്കളഞ്ഞത്? നേരത്തെ സിംഗിൾ ബെഞ്ച് നടന്റെയും 8ാം പ്രതിയുമായിട്ടുള്ള ദിലീപിന്റെയും ആവശ്യം അംഗീകരിച്ചിരുന്നില്ല, തള്ളിയതാണ്. അതുതന്നെയാണ് ഡിവിഷൻ ബെഞ്ചും ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ CBI എൻക്വയറി ആവശ്യപ്പെട്ടുള്ള ആ ഒരു അപേക്ഷ അത് ഡിവിഷൻ ബെഞ്ചും തള്ളിയിരിക്കുന്നു. വിചാരണ അവസാന ഘട്ടത്തിലാണ്, അതിൽ ഇടപെടേണ്ടതില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. നീതിയുക്തവും പക്ഷപാതമില്ലാത്തതുമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. അതുകൊണ്ട് CBI വരണം എന്നതായിരുന്നു ദിലീപിന്റെ ആവശ്യം. നേരത്തെ വർഷങ്ങൾക്ക് മുൻപാണ് ദിലീപ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പെറ്റീഷൻ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ സിംഗിൾ ബെഞ്ച് അന്ന് ഈ അപേക്ഷ തള്ളിയ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ള പരാമർശങ്ങൾ അതിൽ ചിലത് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന ചില സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. ഉത്തരവിന്റെ പൂർണ്ണരൂപം ലഭിച്ചാൽ മാത്രമേ നമുക്ക് അതേക്കുറിച്ച് അറിയാൻ കഴിയൂ. എന്തായാലും ഈ CBI എൻക്വയറി എന്ന് പറഞ്ഞ ആവശ്യം, ദിലീപിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. അത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. നേരത്തെ ഇപ്പോൾ ഈ കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലാണ്. ഒരുപക്ഷെ ജൂണിൽ ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന വിധി ഉണ്ടാവുകയും ചെയ്യും. ആ ഘട്ടത്തിലാണ് ഈ ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ ഈ പെറ്റീഷൻ ഉണ്ടായിരുന്നത്. ഇതിൽ പറഞ്ഞിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ 2017 കുറ്റപത്രം കൊടുത്തിരുന്നതാണെങ്കിലും ഈ ആക്രമണ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ള മൊബൈൽ ഇതുവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലെ പ്രൈം എവിഡൻസ് ആണ്, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെടുക്കണം എന്നതൊക്കെയായിരുന്നു ദിലീപിന്റെ ആവശ്യം. അതുകൊണ്ട് CBI വേണം എന്നതാണ് പറഞ്ഞിരുന്നത്. സാധാരണഗതിയിൽ ഒരു കേസിൽ പ്രതിയായി വരുന്നയാൾ CBI എൻക്വയറിക്ക് പോവുക എന്ന് പറയുന്നത് വിശദാംശം നൽകിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളപ്പെടുകയാണ്. കാരണം ഈ വിചാരണയൊക്കെ തന്നെ അനന്തമായി നീട്ടാനുള്ള പല ടെക്നിക്കുകളും അവസാന ഘട്ടങ്ങളിലൊക്കെ പയറ്റാറുണ്ട്. എന്തായാലും അങ്ങനെയുള്ള ഒരു നീക്കത്തിനൊക്കെ ഇപ്പോൾ തടയിട്ടിരിക്കുകയാണ് കോടതി.